അന്നെ എടുക്കില്ല, സത്യമായിട്ട് എടുക്കില്ല. കണ്ടോ, നമുക്കെന്താ പുട്ടും ചെറുപയറുമാണ്. പുട്ടും ചെറുപയറും ചായ അടി. ഈ നോക്കണ്ട, എന്നെ എടുക്കില്ല. മേമെന്തിനാണ് പുറത്ത് പോയിരുന്ന് കഴിക്കുന്നത് അറിയില്ല. അപ്പോൾ വല്ല ജയിലിലിട്ട പോലെ ഇരിക്കുന്നുണ്ട്. എന്തിനാ അവിടെ പോയിരിക്കുന്നത്? അതൊന്നുമില്ല. പിന്നെ ഉണ്ണിക്കുട്ടൻ ഇന്ന് സ്പെഷ്യലാണ്. കണ്ടോ, പാർട്സ്, പുട്ട്. ഇവനൊക്കെ പണ്ടത്തെ ഞങ്ങളുടെ യൂട്യൂബ് താരമായിരുന്നു. ഇപ്പോൾ പിന്നെ ഭയങ്കര നാണായി. ഇടങ്ങണ്ട കണക്ക് ഞാനൊരു സാധനം വാങ്ങണം വെച്ചത്. ഞാൻ എന്തായാലും ഞാൻ വാങ്ങൂല, ഉറപ്പ്. എന്നെ കാണിക്കണില്ല. ഹാഫ് നിക്കർ പോട്ടിരിക്കണ എൻ്റെ മകളെ എന്തായാലും അമ്മ ശീലമ്മ പിന്നെ കഴിച്ചോളൂ, ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അയ്യേ കൃഷ്ണ, എന്താണ്, എന്ത് പാട്ടാടാ ഉണ്ണിക്കൂട്ട? എന്താണ് ആ പാട്ട്? ഇങ്ങനെ പാട്ട് പാടി നടക്കലില്ലേ? എന്ത് വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടിയേ. അതന്നെ, ആ സ്റ്റൈലാണ് ഇപ്പം അമ്മ ഇരിക്കണേ അല്ലേ? പള്ളിവാള് ഭദ്ര വട്ടകം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പുട്ട് വിശേഷങ്ങൾ. അപ്പോൾ അച്ചുറങ്ങിക്കോട്ടെ, പാവ, അത് കൊച്ചി പോയി വന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ. ഇതാ ജൂലി അവളുടെ പതിവ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യന് റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല, അപ്പം തുടങ്ങും ബഹോ. ഓക്കെ. അപ്പം പുട്ടും ചെറുപയറ് കറിയാണ് ഞങ്ങൾക്കപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുകയാണ്. മിക്കവാറും ഇത് ഞങ്ങളുടെ ഈ വീട്ടിലെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ വീട് മാറാൻ പോവുകയാണ്. അതിന് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാടകയ്ക്കായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ ആഴ്ച തന്നെ മാറാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആഴ്ച മാറാനുള്ളതല്ല, ഈ ആഴ്ച ശരിയല്ലടാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയെന്നിരിക്കും. അപ്പോൾ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് രാധാസ് ഫാമിലി കിച്ചണിൽ. നിങ്ങളതും കാണണം കേട്ടോ. അത് പിന്നെ കഥകളാണ് പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്ക് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും ഒരു ശുഭദിനം.